A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Come, be a part of excellence. Be a part of FASC. Fatima College. Molding minds, illuminating lives. Skywave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Sri Vivekananda Padana Kendram, Palemad, Edakara. നിലമ്പൂർ നഗരസഭയിലും കാട്ടാനകളുടെ വിളയാട്ടം. നിലമ്പൂർ നഗരസഭയുടെ പാത്തിപ്പാറയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തേക്കാണ് കാട്ടാന എത്തിയത്. ഇന്ന് പുലർച്ചെ പാത്തിപ്പാറയിൽ വ്യാപക കൃഷിനാശമാണ് കാട്ടാന വരുത്തിയത്. വഴിയിൽ ജോയി, ലിജു വഴിയിൽ എന്നിവരുടെ വീട്ടുമുറ്റത്തേക്കാണ് കാട്ടാന ചിഹ്നം വിളിച്ചെത്തിയത്. പുറത്ത് ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് വീട്ടുമുറ്റത്ത് കാട്ടാനയെ കണ്ടതെന്ന് ഇവർ പറയുന്നു. ആന ഞങ്ങളാകെ പേടിച്ച് പിന്നെ അനങ്ങിയില്ല, ഞങ്ങൾ അനങ്ങാതെ ഇരുന്നു. പിന്നെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ വിളിച്ചു, ഫോണിൽ വിളിച്ച് ഇവരൊക്കെ ഇങ്ങനെ വന്നു. ഞാനേ ഇത് കണ്ടോ ഇല്ല, ഇങ്ങനെ അങ്ങോട്ട് തന്നെ ഇങ്ങനെ ഇറങ്ങി. എപ്പോഴാണ് ടൈം? 1:15. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? നാശനഷ്ടങ്ങൾ അതിൽ വാഴ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിലെ വന്നതെന്ന് ഇതിലെയാണോ ഇതിലെ വന്നതെന്നല്ല, ഇതിലെ കയറുന്ന കണ്ടേ. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പാത്തിപ്പാറയിലേക്ക് കരിമ്പുഴ നീന്തിക്കടന്നാണ് കാട്ടാന എത്തുന്നത്. റോബിൻ കാക്കുഴിയുടെ സംരക്ഷണവേലിയും കൃഷിയും ആന നശിപ്പിച്ചു. രാജു കീച്ചേരിയുടെ വാഴക്കൃഷിയും നശിപ്പിച്ചിട്ടുണ്ട്. കൃഷി നശിപ്പിക്കുന്നതിനൊപ്പം വീട്ടുമുറ്റങ്ങളിലേക്കും എത്തുന്ന കാട്ടാനകൾ ഈ ഭാഗത്തെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ്. സംഭവിച്ചെന്താ പറയുക, ആന ഇവിടെ കയറിയാണ്ട് ഇതിലെ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ വിറ്റത്തൂടെ വരുന്നത്. വെള്ളം കിട്ടുന്നതെല്ലാം പൊളിച്ചിട്ട് കനാല് തല്ലി ഇത് വന്നില്ല, വെള്ളം അടിച്ചുകൊണ്ട് പോകും. 50 വർഷം പഴക്കമുള്ള 50 വർഷം കൊണ്ട് ഞങ്ങൾ വെള്ളമടിക്കണം നിരന്തരമായിട്ട്. കോഴിക്കോടിയിലെ ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ അതിലെ പുഴയക്കൂടെ കയറി വരും, അതിലെ അങ്ങനെ അപ്പോൾ അങ്ങനെ സൈഡ് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. ആന കയറാതിരിക്കാം, കാട്ടുമൃഗങ്ങൾ വരാതിരിക്കാനുള്ള പരിഹാരം ഉണ്ടാക്കാം. അല്ല വാർത്താ ചാനലിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ നാട്ടുകാർ കൂടിയിട്ടോ കാര്യമില്ല, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. കാട്ടുമൃഗങ്ങൾ പന്നി പിന്നെ സ്ഥിരം കസ്റ്റമറാണ്. ഇവിടെ എല്ലാവരും കർഷകരാണ്. അപ്പോൾ കർഷകർക്ക് നിരന്തരമായിട്ട് വെള്ളമടിക്കുന്ന ഒരു കനാലാണിത്. ഇതുകൊണ്ടാണ് താഴോട്ടുള്ള ആളുകൾ കുടിവെള്ളം, കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം വെള്ളം പോകുന്നത്. അത് ഇന്നലെ രാത്രി വന്ന് കണ്ട് ആനയെല്ലാം പൊളിച്ചിട്ട് ഇതിലാണ് ആന കയറി വന്നത്. പുഴയാണ് താഴെ, പുഴയിൽ നിന്ന് ഇങ്ങനെ വന്ന് കയറിയിട്ട് ആ വഴി ആ വീടിൻ്റെ മുറ്റത്ത് കാർപോർച്ചിലാണ് ആന 1:30-2 മണി സമയത്ത് അവിടെ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവർ പുറത്തോട്ട് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ഇതിനെ കാണുന്നത്. പേടിച്ച് അവർ ഉള്ളിൽ കൂട്ടിയിട്ട് ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി അവിടുന്ന് പ്ലാവിൽ നിന്ന് ചക്ക വാഴയെല്ലാം ഓടിച്ച് ആ ഭാഗത്തൂടെ ഇറങ്ങി താഴേക്ക് പുഴയ്ക്ക് പോയി. അങ്ങേ ഭാഗത്ത് കള്ളായി ഭാഗത്തുനിന്ന് ആന വേറെ 2-3 ആന ഇറങ്ങിയാണ്ട് അവിടെ വളരെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ജലസേചന സൗകര്യത്തിനായി നിർമ്മിച്ച കനാലുകൾ, പൈപ്പുകൾ എല്ലാം ആന നശിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങൾ വിവരമറിയിക്കുമ്പോൾ വനപാലകർ വന്നു പോകുന്നതല്ലാതെ മറ്റൊരു പരിഹാര മാർഗമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾക്ക് മുന്നിലേക്ക് കാട്ടാനകൾ എത്തുന്നതും ആശങ്ക സൃഷ്ടിക്കുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനാസ്ഥാന്നേ പറയാൻ പറ്റുള്ളൂ. ഇവരുടെ നൈറ്റ് ഡ്യൂട്ടി കറക്റ്റായിട്ട് എല്ലാ പ്രദേശങ്ങളിലും എത്തണം എന്നാണ് പറയുന്നത്. അതിന് സജ്ജീകരണം ഇല്ലെങ്കിൽ സർക്കാർ അതിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തിക്കൊണ്ട് ഓഫീസർമാരെ നിയമിക്കുകയാണ് വേണ്ടത്. ഇതിന് ശാശ്വത പരിഹാരം വേറൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ മലയോര മേഖലയാണ്. ഒന്ന് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയും അതുപോലെ വാഴക്കർഷകർ. ഇപ്പോൾ ഈ കനാൽ തന്നെ ഈ പ്രദേശത്ത് കുടിവെള്ളത്തിനെ ആശ്രയിക്കണേ. ഈ വിഷയത്തിൽ പലവട്ട നഗരസഭയ്ക്കെതിരെ വിഷയങ്ങൾ ഉണ്ടാക്കിയാണ്. ഇവിടുത്തെ ഒരു സംവിധാനവും ഈ വിഷയത്തിൽ ഇടപെടാനിട്ട് ഇവിടുത്തെ പൊതുജനങ്ങൾ ഒന്നടങ്കം കൂടിയിട്ടാണ് ഇത് ഇങ്ങനെ ഈ കനാലാക്കിയെടുത്തിട്ട് ഇപ്പോൾ ഈ ആന വന്ന് തകർത്തത് ഈ ഒരു കുടിവെള്ള പ്രശ്നത്തിനും പ്രശ്നമായിക്കാണ്. ഇപ്പോൾ ഇവിടെ കാണാം ഇത് തകർന്നു കിടക്കണേ. നിലമ്പൂർ നഗരത്തിലേക്ക് ഉൾപ്പെടെ കാട്ടാനകൾ എത്തിയതോടെ വന്യമൃഗ ഭീഷണി ഉയർന്നിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും പ്രസ്താവന നടത്തുകയും പരസ്പരം പഴിചാരുകയുമല്ലാതെ വനം വകുപ്പിനെ കൊണ്ട് യാതൊരു നടപടിയും എടുപ്പിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് വന്യമൃഗശല്യം ചർച്ചയാക്കുകയല്ലാതെ പിന്നീട് കാര്യമായ ഇടപെടൽ നടത്താത്തതുമാണ് ജനങ്ങൾക്ക് ഈ ദുരിതം നേരിടാൻ കാരണമായത്. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, Top Spin, Revolving Tower, Disco Magic Coaster, Aqua Loop Rocket, Wave Pool, Family Pool, Kids Pool, Adult Pool, Children Splash, Family Splash Slide, Open Body Slide, Closed Body Slide,
16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.